ഈ EVM വോട്ടിംഗ് മെഷീനിലും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും യാതൊരു തരം വെട്ടിപ്പോ അഴിമതിയോ നടക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് അണ്ണാക്കിൽ തന്നെ വെടി കിട്ടുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഒരുപാട് തെളിവുകൾ, ഒന്നും രണ്ടും തെളിവില്ല, ഒരുപാട് തെളിവുകൾ ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 2019 വാരാണസിയിലെ മോദി മത്സരിച്ച സമയത്ത് അവിടെ 12 ലക്ഷം ആളുകളാണ് വോട്ട് ചെയ്തത്. എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം കാണിച്ചത് 13,70,000 വോട്ടാണ്. അപ്പോൾ 1,70,000 വോട്ട് എവിടെ നിന്ന് വന്നു? അതാണ് മോദി മാജിക് എന്ന് പറയുന്നത്. അങ്ങനത്തെ മാജിക് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. പക്ഷെ ഇപ്രാവശ്യം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് കള്ളത്തരം ചെയ്തത്. അതായത് ഒരു കാലത്തും ഒരു തരത്തിലും ജനങ്ങൾക്ക് പിടികൊടുക്കരുത് എന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ്, ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും ഇപ്പതാ ഒരുപാട് കണക്കുകളാണ് തെറ്റായി വരുന്നത്. അതിലിപ്പോ പറയുന്നത് ഏതാണ്ട് 170-ൽ കൂടുതൽ മണ്ഡലങ്ങളിലെ വോട്ട് അധികം എണ്ണിയിട്ടുണ്ട്, ഒരുപാട് മണ്ഡലങ്ങളിൽ വോട്ട് കുറവ് എണ്ണിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ കണക്കുകളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ വാർത്ത, ഇതില് കനയ്യകുമാർ തന്നെ പറയാണ്, ഈ തിരഞ്ഞെടുപ്പ് തട്ടിപ്പില്ലായിരുന്നെങ്കിൽ ഈ മനോജ് തിവാരിക്ക് എന്നെ ഒരു കാലത്തും തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു വാക്ക് അവസാനം കനയ്യകുമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വാക്ക് പറയുക എന്നല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളുമായി പ്രതിഷേധത്തിനാണ് ഇറങ്ങേണ്ടതെങ്കിൽ അങ്ങനെ ഇറങ്ങുക. അതും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് 40,000 റുപ്യ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യന്ത്രത്തിലുള്ള വോട്ട് എണ്ണും എന്നുള്ള ഒരു കണ്ടീഷൻ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ. സത്യത്തിൽ അത് വലിയൊരു ദ്രോഹം തന്നെയാണ് ചെയ്തത്. കാരണം ഒരു യന്ത്രം എണ്ണണമെങ്കിൽ 40,000 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് 2000-ഓളം യന്ത്രം ഉണ്ടാവും, ഈ വോട്ടിംഗ് യന്ത്രം ഉണ്ടാവും. ഏതാണ്ട് 40 ലക്ഷം രൂപയോളം വരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യണം, അതല്ല ഒരു നേതാവ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് വെറുതെ ഇങ്ങനെ ഈ സ്ത്രീകൾ കുറ്റം പറഞ്ഞിരിക്കുന്നത് പോലെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാതെ നടക്കുകയാണ്. കന്യാകുമാർ മാത്രമല്ല, എല്ലാവരും തന്നെ. കാരണം ഒരുപാട് സ്ഥലത്താണ് ഇങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുള്ളത് എന്ന് തെളിഞ്ഞിട്ട് പോലും ഒരു നേതാക്കന്മാരും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ വാരാണസിയിലോ മറ്റോ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി ഒരു സന്ദർശനം നടത്തി. ആ സമയത്ത് രാഹുൽ ഗാന്ധി പറയാണ്, വാരാണസിയിൽ എങ്ങാനും പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മോദി 4 ലക്ഷം വോട്ടിന് തോൽക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വൈറലാണ്, എല്ലാ സ്ഥലത്തും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കാർ പോലും അതീവ രോഷത്തിലാണ്. അവർ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മോദി 4 ലക്ഷം വോട്ടിന് തോൽക്കുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിനെ കൊണ്ട് മത്സരിപ്പിക്കാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് മോദി ജയിച്ച് കിട്ടണം എന്നുള്ള വല്ല വ്യാമോഹം ഉണ്ടായിരുന്നോ എന്ന രൂപത്തിലാണ് ഇപ്പോ കോൺഗ്രസ് പാർട്ടിക്കാർ ചോദിക്കുന്നത്. അങ്ങനെ പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നുണ്ടെങ്കിൽ ഉടനെ നിർത്തണ്ടേ, ഉടനെ മത്സരിപ്പിക്കണ്ടേ? കാരണം ഈ മോദിയുടെ ദൈവമാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കുറെ ബണ്ടലടിച്ച് നടക്കുന്നുണ്ടല്ലോ, മോദി എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാവുമായിരുന്നു. അത് ചെയ്യാതെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വന്നിട്ട് വീമ്പിളക്കിയിട്ട് എന്താണ് കാര്യമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ചോദിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ് ഈ നേതാക്കന്മാർക്ക് തന്നെ യാതൊരു ഗൗരവമില്ല. അങ്ങനെ തട്ടിപ്പിന്റെ മേലെ തട്ടിപ്പ് എല്ലാ 5 വർഷം കൂടുമ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ആ EVM മെഷീൻ തന്നെയാണ് ഇനിയും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ അത് മാത്രമല്ല, എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഇയാള് BJPയുടെ ഒരു വാക്താവായിരുന്നു, മനസ്സിലായില്ല? അങ്ങനത്തെ ആളിനെയാണ് പിടിച്ചിട്ട് ഈ ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് BJP തോൽക്കുക? പിന്നെ എങ്ങനെയാണ് മോദി തോൽക്കുക? ഓക്കെ, അപ്പൊ ഇവിടെ ഞെട്ടിക്കുന്ന ഒരുപാട് കണക്കുകൾ വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ ഡൽഹിയിലെ കാര്യം മാത്രമാണ് പറയുന്നത്. ഡൽഹിയിൽ ആകെ 7 സീറ്റാണുള്ളത്. ഈ 7 സീറ്റിലും EVM എണ്ണിയപ്പോ മുഴുവനായിട്ടും എണ്ണിയിട്ടില്ല എന്നതാണ് ഈ ഒരു ചാർട്ട് കാണിക്കുന്നത്. അതിൽ പറയുന്നത് ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞ മണ്ഡലത്തില് 605 വോട്ട് കുറവാണ് എണ്ണിയത്. ഈസ്റ്റ് ഡൽഹിയില് 101 വോട്ട് കുറവ്, ന്യൂഡൽഹിയില് 396 വോട്ട് കുറവ്, നോർത്ത് ഈസ്റ്റ് ഡൽഹിയില് 726 കുറവ്, നോർത്ത് വെസ്റ്റ് ഡൽഹി കന്യാകുമാർ മത്സരിച്ച സ്ഥലം അവിടെ 2740 വോട്ട് കുറവാണ് എണ്ണിയത്. പിന്നെ വെസ്റ്റ് ഡൽഹി 3466 വോട്ട് കുറവാണ് എന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ചെറിയ അക്കല്ലേ, ഇതിനിപ്പോ എന്താ പ്രശ്നം, ഇതിപ്പോ വലിയ ഗൗരവമായിട്ട് എടുക്കണോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ അക്കങ്ങൾ ചെറുത് തന്നെയാണ്. പക്ഷെ വലിയൊരു അഴിമതി നടത്തുമ്പോ
ചെറിയ ചെറിയ അക്കങ്ങൾ ബാക്കിയായതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. എന്നുവെച്ചാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഒരുപാട് വലിയ വലിയ അക്കങ്ങൾ അഴിമതി നടത്തിക്കൊണ്ട് BJP-കാരനെ ജയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജയിപ്പിക്കുന്ന തിരക്കിൽ ഈ ചെറിയ ചെറിയ കണക്ക്, ചെറിയ ചെറിയ അക്കങ്ങൾ ഇവർക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ പുറത്തേക്ക് വന്ന് കാണിച്ചു തരാണ് ജനങ്ങൾക്ക് ഒന്നാം തരം അഴിമതി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിനെ തെളിവാണ് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചത്. കന്യാകുമാർ എവിടെ പോയാലും ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. മനോജ് തിവാരി ആണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും ശരിക്കും നടത്തിയിട്ടില്ല. കാരണം എന്താണ്, ആൾക്കാർ വരില്ല. അപ്പൊ ആൾക്കാർ കാണൂലേ ഇയാളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആരുമില്ല, പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് ലക്ഷക്കണക്കിന് വോട്ട് കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കല്ലോ. അപ്പൊ അതിനെന്ത് ചെയ്ത് മൂപ്പര് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ പോയില്ല. അങ്ങനത്തെ ആളാണ്. 1.5 ലക്ഷം വോട്ടിനാണ് അയാൾ ജയിച്ചത്. കന്യാകുമാറിനേക്കാൾ കൂടുതൽ 1.5 ലക്ഷം വോട്ട് കിട്ടി. എന്ന് വെച്ചാൽ ഏതാണ്ട് 6-7 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ വലിയൊരു തെളിവാണ് അഴിമതിയുടെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കണക്കുകൾ തെറ്റായി വരുന്നത്. പിന്നെ ഈ വാർത്ത പറയുന്നത് ഏതാണ്ട് 240 മണ്ഡലങ്ങളിലാണ് ഇതുപോലെ ഒരുപാട് തെറ്റുകൾ പ്രത്യക്ഷമായിട്ട് തന്നെ കാണിക്കുന്നത്. അതിൽ പറയാണ് 7 മണ്ഡലങ്ങളിൽ 200 വോട്ട് അധികം എണ്ണിയിട്ടുണ്ട്. നേരത്തെ കുറവല്ലേ ഇത് അധികം എണ്ണിയിട്ടുണ്ട്. അതേപോലെ തന്നെ 23 മണ്ഡലങ്ങളിൽ 500 വോട്ട് അധികം എണ്ണിയിട്ടുണ്ട്. അതായത് എത്ര വോട്ടർമാരാണോ വന്ന് വോട്ട് ചെയ്തത് അതിനേക്കാൾ 500 എണ്ണം കൂടുതൽ. അപ്പൊ ഈ 500 എവിടുന്ന് വന്നു? അതാണ് ഈ പറയുന്നത്. പിന്നെ 49 മണ്ഡലങ്ങളിൽ 1000 വോട്ട് കൂടുതൽ കാണിക്കുന്നുണ്ട്. 86 മണ്ഡലങ്ങളിൽ 2000 വോട്ട് കൂടുതൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, BJP-ക്ക് 130 മണ്ഡലങ്ങളിൽ വിജയം കിട്ടിയത് ഈ പറയുന്ന അക്കങ്ങൾ വെച്ചാണ്. എന്ന് വെച്ചാൽ 500 മുതൽ 1000 വരെയുള്ള വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഈ BJP മത്സരാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു സ്ഥലത്ത് ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചത് വെറും 48 വോട്ടിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അക്കങ്ങളൊക്കെ വലിയ അർത്ഥവത്തായ അക്കങ്ങൾ തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ കരീംഗഞ്ച് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിന്റെ മാത്രം കണക്ക് കാണിക്കുകയാണ്. അതായത് EVM-ൽ ആളുകൾ ചെയ്ത വോട്ടിന്റെ എണ്ണം 11,36,538 അതേസമയം എണ്ണിയപ്പോഴോ 11,40,349. അപ്പൊ ഇതിൽ ചോദിക്കുകയാണ് 3,711 വോട്ട് എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുകയാണ്. അതിന് വല്ല മറുപടി ഉണ്ടോ? ഇനിയിപ്പോ ഇതിന് മറുപടി കിട്ടണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകണം. സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേസ് 5 കൊല്ലം നടക്കും. അപ്പോഴേക്കിന് ഗുണ്ടകൾ ഭരിച്ചിറങ്ങിയിട്ട് അടുത്ത ഗുണ്ടാ ഭരണം കൂടി വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഈ ഭരണ തുടർച്ച ഉണ്ടാവുന്നത്. അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടേ അല്ല എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ദ ക്വിന്റ് പറഞ്ഞ ഒരു പത്രം വിട്ട ഒരു റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് 542 മണ്ഡലങ്ങളിൽ 538 ഇതുപോലത്തെ കൃത്രിമം തെറ്റായ കണക്കുമാണ് ഉള്ളത് എന്ന് പറയാണ്. അങ്ങനെ മൊത്തം മണ്ഡലത്തിലെ വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നത് 5,54,598 വോട്ട് അധികം കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെയ്യാത്ത വോട്ട് ആഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഈ 5,54,000 വോട്ട് ആരിനെ ജയിപ്പിക്കാൻ വേണ്ടി കൂട്ടിയതാണ്? അതോ ലക്ഷക്കണക്കിന് വോട്ടുകൾ കൂട്ടിയപ്പോ അറിയാതെ കുറച്ച് കണക്കുകൾ പുറത്തേക്ക് ചാടിയതാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വാരാണസിയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, രാവിലെ 10-11 മണി വരെ അവിടുത്തെ അജയ് റായ് എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് അതിഭയങ്കരമായ ലീഡിലായിരുന്നു. 6000 വോട്ടിന് ലീഡ് ചെയ്യുകയായിരുന്നു. 11 മണി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ അക്കങ്ങളും മാറി വന്നിട്ട് പിന്നെ മോദി 1.5 ലക്ഷം വോട്ടോ 2 ലക്ഷം വോട്ടോ മറ്റിന് ജയിക്കുകയാണ് ചെയ്തത്. അപ്പൊ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, അതായത് ഈ വോട്ട് എണ്ണുന്ന ദിവസം ആദ്യത്തെ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഈ കോൺഗ്രസ് പാർട്ടിക്കാർക്കും ഭയങ്കര മുന്നേറ്റം, അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പിന്നേറ്റം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴും എന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു. അതിന്റെ മറുപടി എന്താ അറിയോ? വളരെ സിമ്പിൾ ആണ്. ചോദ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, പക്ഷെ മറുപടി വളരെ ഈസിയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ആ ഹെഡ് ഓഫീസിൽ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ, അയാൾക്ക് ആർക്കാണ് കൂടുതൽ വോട്ട് കൊടുക്കേണ്ടത്, ആർക്കാണ് ഇങ്ങനെ അക്കം മാറ്റി അടിക്കേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മാറ്റിയടിക്കുന്നത്? അപ്പൊ ആദ്യത്തെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ 2019-ലും 2024-ലും കോൺഗ്രസ് പാർട്ടിക്കാണ് നന്നായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ആദ്യത്തെ 2-3 മണിക്കൂറിൽ ജനവിധിയാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയധികം വോട്ട് വരുന്നത്. അത് കാണുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഇത്ര വോട്ട് ഉണ്ടെങ്കിൽ ഇത്ര ലക്ഷം വോട്ട് കുറച്ചാലാണ് BJP-നെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയാണ് ഈ അക്കം മാറ്റിയടി അവിടെ ഇരുന്ന് തുടങ്ങുന്നത്. ഇതെല്ലാ തട്ടിപ്പും യന്ത്രത്തിലല്ല കേട്ടോ, അതും കൂടി മനസ്സിലാക്കണം. ഈ അക്കം മാറ്റിയടി അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയാണ് 11 മണി കഴിഞ്ഞാൽ പിന്നെ ശരവേഗത്തിലാണ് എല്ലാ BJP സ്ഥാനാർത്ഥികളും ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അതാണ് അതിന്റെ രഹസ്യം. പിന്നെ അതേപോലെ തന്നെ പൂനം അഗർവാൾ നിങ്ങൾ അറിയല്ലോ. പൂനം അഗർവാൾ ഇതിന് പറ്റിയ, അതായത് ഇങ്ങനത്തെ വിഷയങ്ങളിൽ
അന്വേഷണാത്മകമായ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് വാർത്തകൾ പുറത്തേക്ക് വിടുന്നത്. പൂനം അഗർവാൾ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടാണ് കേട്ടോ ഇതൊക്കെ തന്നെ, അതായത് വേറെ ആരും വിട്ടതില്ല, ഇത് മറ്റുള്ള ചാനലുകൾ ഏറ്റെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു പൂനം അഗർവാൾ പറയുന്നത് കൃത്യമായ ശ്രദ്ധേയമായ 140 മണ്ഡലങ്ങളില് അതിഭയങ്കരമായിട്ടുള്ള വോട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് 3-4 ആൾക്കാരുടെ വിരലിന്റെ തുമ്പത്താണ് ഇരിക്കുന്നത് എന്ന് ഞാൻ നിരന്തരം പറയാറുള്ളതാണ്. അത് ഓരോ ദിവസം ഞാൻ പറയുന്നത് തെറ്റായി ഭാവിക്കുന്നില്ലല്ലോ, ഞാൻ പറയുന്നതാണ് ശരി എന്നാണ് ഓരോ ദിവസം നമ്മുടെ മുന്നിലേക്ക് തന്നെ ഓരോ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് കുറെ ആൾക്കാർ പറയുന്നത് EVM മെഷീനിലൊന്നും ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല, അങ്ങനെ സംഭവിക്കില്ല, ലോകത്ത് ഐഫോൺ വരെ ഹാക്ക് ചെയ്യാം, പക്ഷെ ഈ 3 ഭയങ്കര പെട്ടി ഉണ്ടല്ലോ, 3 പെട്ടി, ഇന്ത്യയിലുള്ള പെട്ടി, ഈ പെട്ടി ഒരിക്കലും ഹാക്ക് ചെയ്യാനും പറ്റൂല, കൃത്രിമം നടത്താനും പറ്റൂല, തട്ടിപ്പ് നടത്താനും പറ്റൂല എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുറത്തേക്ക് വരുന്ന തെളിവുകൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 2019 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. 2019 19 ലക്ഷം മെഷീനാണ് തിരിമറി നടത്തി അപ്രത്യക്ഷമാക്കി കളഞ്ഞത്. 19 ലക്ഷം മെഷീന്. ആ മെഷീനൊക്കെ പിന്നീട് അർദ്ധരാത്രിക്ക് കറുത്ത ട്രക്കില് വീണ്ടും കൊണ്ടുവന്നിട്ട് സ്ട്രോങ് റൂമിൽ തിരികിയിട്ടുണ്ടാവും. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം മൃഗീയ ഭൂരിപക്ഷത്തിന് BJP ജയിച്ചത്. എന്തിനിപ്പോ മോദിയുടെ കാര്യം തന്നെ പറഞ്ഞില്ലേ, മോദിക്ക് പോലും 1.5 ലക്ഷം വോട്ട് ആൾക്കാർ വോട്ട് ചെയ്യാതെയാണ് കിട്ടിയത്. മനസ്സിലായില്ല, അത്രയും വലിയ ഭീകരമായ തട്ടിപ്പാണ് 2019 നടന്നത്. പിന്നെ ഇപ്പൊ അവര് വെറുതെ വിടുവോ? ഇപ്പൊ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്നത് മുഴുവൻ BJP-കാരാണ്. അവരെ തിരഞ്ഞെടുത്തതാണെങ്കിലോ മോദി അമിത്ഷയാണ്. പിന്നെ എങ്ങനെയാണ് സത്യസന്ധമായ ജനവിധി പുറത്തേക്ക് വരിക? ഒരിക്കലും സാധ്യമല്ല. പിന്നെ ഈ പ്രതിപക്ഷക്കാരുടെ ഒക്കെ വായ അടക്കാൻ വേണ്ടിയിട്ട് കുറെ ഈ എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുമല്ലോ, അതുപോലെ കുറെ സീറ്റ് വിട്ടുകൊടുത്തു. അതായത് മോദിക്കും അമിത്ഷാക്കും ഭരണത്തിലിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ ED, CBI, IT, NIA ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാല് പിന്നെ അതൊക്കെ തിരിച്ച് ഇവർക്കെതിരെ വരും. അങ്ങനെ ഇവർ രണ്ടുപേരും ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണത്തിൽ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനുള്ള സീറ്റൊക്കെ കിട്ടിയാൽ മതി. കാരണം അവർക്ക് തന്നെ അറിയാം 40 സീറ്റ് പോലും ഇപ്രാവശ്യം ജനങ്ങൾ അവർക്ക് കൊടുക്കില്ല എന്നുള്ള കാര്യം. അത്രക്ക് ജനങ്ങൾ വെറുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് 240 സീറ്റ് കിട്ടുമ്പോ ചതിവഞ്ചനയിൽ കൂടെ തന്നെ അതവർ വലിയ ഭാഗ്യമായിട്ട് കരുതൂലേ. അതോടൊപ്പം തന്നെ ജനങ്ങളാണെങ്കിലും മൗനം പാലിക്കുമ്പോ ഇത്രയും വെഡ്ഡികളായ ജനങ്ങളെ കണ്ട് അവരെ സന്തോഷ തിമർപ്പ് കൊണ്ട് ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ജനാധിപത്യം ഈ ജനങ്ങളുടെ കാരണം തന്നെ നശിച്ച് നാമാവശേഷമായിരിക്കുകയാണ് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ പ്രതികരണ ശേഷിയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാരണം കൊണ്ട്. പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ വെല്ലുവിളിച്ചുകൊണ്ട് പല പല ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അതായത് ഈ EVM മെഷീനിൽ തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന വിഷയകരമായിട്ട്. അപ്പൊ അതിന്റെ 1-2 അവരുടെ സംശയം തീർത്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ വികസിത രാഷ്ട്രങ്ങളില് മുഴുവൻ ബാലറ്റ് പേപ്പറാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം യന്ത്രം എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ അതിന് ഈ വോട്ടിംഗ് മെഷീനെയും അതുപോലെ തന്നെ ഈ BJP-യുടെ തട്ടിപ്പിനെയും അംഗീകരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഈ വികസിത രാഷ്ട്രങ്ങളിൽ ജനങ്ങൾ കുറവാണ്, അപ്പൊ അതുകൊണ്ട് അവിടെ ബാലറ്റ് പേപ്പർ ഈസിയാണ്, അതുകൊണ്ടാണ് അവർ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് വലിയ ഒരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. കാരണം എന്താ അറിയോ? കാരണം മാൻ പവർ പറയുന്ന സംഗതി എത്രയാണോ അവിടെ അത്ര തന്നെയാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പൊ കേരള സംസ്ഥാനത്തിലുള്ള പോലീസ് അല്ലല്ലോ ആസാമിലേക്ക് പോകുന്നത്, അവിടെ പോലീസ് ഉണ്ടല്ലോ, ഇവിടെയും പോലീസ് ഉണ്ടല്ലോ, ഓരോ സംസ്ഥാനങ്ങളിൽ പോലീസ് ഉണ്ട്. പിന്നെ ഈ അർദ്ധസൈനികർ എന്നൊക്കെ പറയുന്നത് ഈ കേന്ദ്രത്തിലല്ല ഇരിക്കുന്നത്. കേന്ദ്ര സൈന്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിലല്ല ഇരിക്കുന്നത്, എല്ലാ സംസ്ഥാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അല്ലാതെ എല്ലാവരും കൂടി പോയിട്ട് ഡൽഹിയിൽ ചുരുണ്ട് മടങ്ങി ഇരിക്കല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിൽ തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ കേന്ദ്ര സേനനെ വിന്യസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് സാധിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ജനങ്ങൾ കൂടുതലാണെങ്കിൽ പോലീസിന്റെ എണ്ണവും സൈന്യത്തിന്റെ എണ്ണവും ഒക്കെ വളരെ വളരെ അധികമാണ്. ചില രാജ്യങ്ങൾക്ക് തുല്യമാണ് സൈന്യത്തിന്റെ എണ്ണം മാത്രം. അപ്പൊ അത്രയും വലിയൊരു മാൻ പവർ ഇന്ത്യയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറിയ രാഷ്ട്രങ്ങളിൽ ആളുകൾ കുറവായത് കാരണമാണ് ബാലറ്റ് പേപ്പർ എന്ന് പറയുന്നത് വളരെ വെഡിത്തരമാണ്. അത് മാത്രമല്ല, ബാലറ്റ് പേപ്പർ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് അവർ പറഞ്ഞ കാരണം എന്താണ്? ഞങ്ങൾ കുറച്ച് ജനങ്ങളുള്ളൂ അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്? അല്ലല്ലോ. ഈ യന്ത്രത്തിൽ തട്ടിപ്പ് നടക്കും, അത് നടക്കണ്ട എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ബാലറ്റ് പേപ്പറാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ കാരണമല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്, അല്ലാതെ അവിടെ ആള് കുറവാണ് എന്നുള്ള കാരണമല്ലല്ലോ. പിന്നെ ജനാധിപത്യത്തിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ബാലറ്റ് പേപ്പറിനെ സാധിക്കൂ. കാരണം ബാലറ്റ് പേപ്പർ 1, 2, 3 വെച്ചിട്ട് എണ്ണണല്ലോ. അതില്ലല്ലോ, ഇതൊരു ഡിജിറ്റൽ അക്കം കാണിക്കും. ആ അക്കം എങ്ങനെയും തിരിമറി നടത്താം, എങ്ങനെയും നടത്താം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് പ്രോഗ്രാം കയറ്റിയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ
എങ്ങനെ വേണേലും മാറ്റാം, ഏതൊരാൾക്കും മാറ്റാം, അർദ്ധരാത്രിയിൽ വന്നിട്ട് മാറ്റാം, എങ്ങനെ വേണേലും മാറ്റാം. അപ്പോ ഭയങ്കരമായിട്ടുള്ള തിരിമറി യന്ത്രത്തിൽ നടക്കും. പിന്നെ അടുത്ത കാരണമാണ് പറയുന്നത്, അതായത് ബാലറ്റ് പേപ്പർ ആണെങ്കിൽ ബൂത്ത് പിടുത്തം നടക്കും എന്നാണ് പറയുന്നത്. അതിപ്പോ യന്ത്രത്തിലാണെങ്കിലും നടക്കുമല്ലോ ബൂത്ത് പിടുത്തം. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, ഓരോരോ BJP-ക്കാർ കയറിയിട്ട് എന്റെ തന്ത്ര വകയാണ് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് കണ്ടില്ലേ, 8ഉം 10ഉം വോട്ട് ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടില്ലേ, അത് ബൂത്ത് പിടുത്തം തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ യന്ത്രത്തിലാണ് വോട്ടിംഗ് എങ്കിൽ ബൂത്ത് പിടുത്തം നടക്കില്ല എന്നൊരു കാരണം അവിടെ പറയുക അസാധ്യമാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോ ബൂത്ത് പിടുത്തം നടത്തുന്നു കൂട്ടുക, ബാലറ്റ് പേപ്പർ ആകുമ്പോ എത്ര ബൂത്ത് പിടിക്കും? നമുക്ക് വലിയൊരു സംഖ്യ ഇടാം, 5000 ബൂത്ത് BJP-യുടെ ഗുണ്ടകൾ വന്ന് പിടിച്ചെന്ന് കൂട്ടുക, എത്ര വോട്ട് മറിമായം ചെയ്യാൻ കഴിയും? പക്ഷെ ഇപ്പൊ അതല്ലല്ലോ സംഭവിക്കുന്നത്. ഇപ്പൊ കുറച്ച് ആൾക്കാരുടെ വിരലിന്റെ തുമ്പത്താണ് 19 ലക്ഷം യന്ത്രം കിടക്കുന്നത്. 19-20 ലക്ഷം എന്തോ ഒരു യന്ത്രമാണ്, അത്രയും യന്ത്രമുണ്ട്. അതിന്റെ മുഴുവൻ നിയന്ത്രണവും വിരലിന്റെ അറ്റത്താണ്. ഒരു ബൂത്ത് പിടുത്തത്തിന്റെ ആവശ്യമില്ല, നേരെ ഇരുന്നിട്ട് ഒന്നിച്ച് ലക്ഷക്കണക്കിന് അക്കങ്ങളിൽ മാറ്റിയടിക്കുക, അതും എല്ലാ എല്ലാ മണ്ഡലത്തിലത്തെയും. അപ്പൊ ഏതാ നല്ലത്? ബാലറ്റ് പേപ്പർ തന്നെയല്ലേ. ബാലറ്റ് പേപ്പറിൽ മാക്സിമം ഒരു 5000 ബൂത്തേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ബാലറ്റ് പേപ്പർ തന്നെയാണ് നല്ലത്. പിന്നെ അടുത്ത സുപ്രധാനമായ ചോദ്യമാണ്, അങ്ങനെ ഇപ്പൊ ഈ EVM മെഷീനിൽ തട്ടിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത് എന്നതാണ് ചോദ്യം. ആ ചോദ്യവും നുണയാണ്. കാരണം ഈ ചന്ദ്രബാബു നായിഡു ആണ് 2019 ഒരു മാർച്ച് തന്നെ നടത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലേക്ക്, ഇത് ഭയങ്കര തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, ആ സമയത്ത് തന്നെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് ഈ മൊത്തം പ്രൊസീജിയർ തട്ടിപ്പാണ് എന്നുള്ള കാര്യം. 2018 മുതൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ 2019 എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2024 ആയപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, മോദിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ യന്ത്രം വേണമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞില്ലേ, സ്ട്രോങ് റൂമിന്റെ മുമ്പിൽ പോയിട്ട് കാവലിരുന്നത്. കാരണം ഭയങ്കര തട്ടിപ്പ് നടക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെയല്ലേ. സുപ്രീം കോടതി അഭിഭാഷകന്മാർ എത്ര ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ അണികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് രംഗത്തിറങ്ങിയില്ലേ? ഈ EVM മെഷീൻ നിർത്തലാക്കണം പറഞ്ഞിട്ട് ഇറങ്ങിയില്ലേ? രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിലത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പറഞ്ഞില്ലേ, മൊത്തത്തിൽ തട്ടിപ്പാണ് നടന്നത്, ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്രിമം കൊണ്ടാണെന്ന് തുറന്നടിച്ച് പറഞ്ഞില്ലേ? ഇപ്പോഴും പറഞ്ഞില്ലേ? അതായത് ഇന്ത്യ സഖ്യത്തിന് 290-ന് താഴെ സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് EVM തട്ടിപ്പ് കൊണ്ടാണെന്ന് ദിഗ്വിജയ് സിംഗ് വരെ പറഞ്ഞില്ലേ? അത് തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചത്. അപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു നുണയാണ്. ഈ പറയുന്ന കനയ്യകുമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഒരുവിധം എല്ലാ നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, TV ചാനലുകൾ വരെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ന്യായീകരണം നിലനിൽക്കുന്നതല്ല. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജനനിബിഡമായ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് EVM യന്ത്രത്തിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പരമവിഡ്ഢിത്തരമാണ്. കാരണം നല്ല ജനസാന്ദ്രതയുള്ള രാജ്യങ്ങൾ ഇഷ്ടംപോലെ ലോകവ്യാപകമായിട്ടുണ്ട്. ബ്രസീലൊക്കെ ഭയങ്കര ജനസാന്ദ്രത ഉള്ള രാജ്യമാണ്. എന്ന് മാത്രമല്ല, മുഴുവൻ ലോകത്ത് ആകെ 4-5 രാജ്യങ്ങളിൽ മാത്രമാണ് യന്ത്രം ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനനിബിഡമാണോ അല്ലേ മാൻ പവർ ഉണ്ടോ പോലീസ് ഉണ്ടോ സൈന്യമുണ്ടോ എന്നുള്ളതേ അല്ല, മറിച്ച് ജനാധിപത്യം പുലരണമെങ്കിൽ ഈ ബാലറ്റ് പേപ്പർ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണത്. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. EVM മെഷീൻ അത്രയും വലിയ നല്ലൊരു സംഗതി ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 2014 മുന്നേ ഇതേ മോദിയും ഇതേ BJP-ക്കാരും ഇതേ വോട്ടിംഗ് മെഷീനെതിരെ സമരം നയിക്കാൻ എന്താണ് കാരണം? ഏറ്റവും വലിയ EVM വിരോധികൾ ഈ മോദിയും കൂട്ടരും തന്നെയായിരുന്നു. LK അദ്വാനിയും വേറൊരാളൊക്കെ കൂടിയിട്ടാണ് EVM മെഷീനെതിരെ ഒരു പുസ്തകം തന്നെ എഴുതി. അവർ തന്നെയാണ് സുപ്രീം കോടതിയിൽ ഈ EVM മെഷീൻ നിർത്തണം പറഞ്ഞിട്ട് കേസ് വരെ കൊടുത്തത്. അപ്പൊ അതെന്തുകൊണ്ട് ചെയ്തു? EVM മെഷീൻ അത്രയും നല്ലൊരു സംഗതി ആണെങ്കിൽ ഇന്നിപ്പോ EVM മെഷീനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവർ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തത്? ഇത് ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ജനാധിപത്യത്തിന് ഓരോ ദിവസം കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യന്ത്രത്തിൽ കൂടെ, ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൂടെ എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചതി വഞ്ചന കാരണം ജനങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല. കാരണം ഇനി ഈ BJP സർക്കാരിന് കാലാകാലം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു യന്ത്രവും ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് മാറ്റാനും പോകുന്നില്ല. മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ട് പോയാലോ അവരെന്നൊക്കെ പിടിച്ച് കള്ളക്കേസ് എടുത്ത് ജയിലിലാക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യന്ത്രത്തിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ ജനാധിപത്യ വിരോധികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.